ഗാജിക്ക് ചിരിക്കാൻ പോയ ചായക്കപ്പ ഒരു കൈ നല്ല കുട്ടികളാണ്. ഗുഡ് മോർണിംഗ് ജോളി. ഗുഡ് മോർണിംഗ്. സുഖല്ലേ നിനക്ക്? ഒക്കെ കിറ്റെടുത്തിട്ട് പോയോ? എന്ത് കാച്ചിരി എഴുതി കിറ്റെടുക്കാൻ പോകുള്ളൂ? ചെല്ലടാ സേതുമോൾ. നമ്മുടെ ഗാച്ചി അവിടെ എവിടെയോ ഉണ്ട് നോക്കാനേട്ടാ. ഗച്ചി മോള് ചിമ്മേൻ്റെ അടുത്ത് കുഞ്ഞിമോളും എല്ലാവരും നല്ല ഉറക്കാട്ടെ. അപ്പം സമയം നമ്മുടെ ഏകദേശം 3 മണി ആവണു. വായു ഗച്ചി പോവാം നമുക്ക്. ഞങ്ങൾ പോവാൻ പക്ഷെ അതിന് വള്ളി കിറ്റെടുക്കാൻ പോയിക്കോട്ടെ. സെറ്റ് പോവാൻ നോക്കാം. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ഹെയറിന് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കളർ ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഹെയർ വാഷ് ചെയ്ത് ഞാൻ കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മുടിയുടെ ടെക്സ്ചർ ഇങ്ങനെയാണ്. അയൺ ചെയ്താൽ നല്ല സ്ട്രെയിറ്റ് കിടക്കും മുടിപ്പുണ്ട്. എപ്പോഴും അതെല്ലാം വെച്ചിട്ട് ഞാൻ കുറച്ച് വേവിക്കിടാന്ന് വിചാരിച്ചു. സോ ഇതാണ് എൻ്റെ മുടിയുടെ ശരിക്കുള്ള ടെക്സ്ചർ. ഇത് മുല്ലപ്പൂട്ട മുല്ലപ്പൂ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഇത് ചേച്ചി മുല്ലപ്പൂ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ടിന്നിലാക്കിയിട്ട് അടച്ചു വയ്ക്കുക. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ എല്ലാത്തിലും മണ്ണോ അതിനൊക്കെ അറിയുണ്ടാവില്ല. ഒരു സ്റ്റീൽ ഡബയിൽ അടച്ചു വയ്ക്കും, കുഴപ്പമുണ്ടാവില്ല. ഇതിന് അവിടെ എത്തുമ്പോഴേക്കും വീഡിയോ കിട്ടാം. അത് കൊണ്ടുപോകാനുണ്ട്. മുല്ലപ്പൂ മാത്രം മതിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്രൈഡിൻ്റെ പേര് സ്വാതി എന്നാണ്. പിന്നെ ബാക്കി വിശേഷം പോയിട്ട് ഞങ്ങൾ ഡ്യൂട്ടിയാണ്. അപ്പുറത്തുണ്ട്, അപ്പുറത്ത് പോയി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുമോള് കൊടുക്കും. ഊട്ടിയിലായിരുന്നു ടാറ്റയൊക്കെ പറയട്ടെ. ഷേതും എടുത്തത് കുഞ്ഞുമോളെ വിറ്റു. ഞങ്ങള് പോട്ടേട്ടാ. ഗുഡ് മോർണിംഗ്. നമ്മള് ഇവിടെ എരവ് അല്ല അങ്ങനല്ല പറയാ. പക്ഷെ ഞങ്ങൾ ഈ സൈഡ് ആദ്യമായിട്ടാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. നമ്മുടെ ബ്രൈഡാണ് സ്വാതിയുടെ ഓർണമെന്റ്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായ വന്നു ഞങ്ങളുടെ അല്ലേ. ഞങ്ങളെ കണ്ടപ്പോ എന്താ തോന്നി സ്വാതി പറയുമ്പോ? ലൈക്ക് വീഡിയോസിലൊക്കെ കാണുമ്പോ സ്വാതി ആസ്ലേക്കില്ല, പക്ഷെ ശ്വേതയ്ക്ക് ഭയങ്കര ഒരു ചെറുപ്പമല്ല. ലൈക്ക് വീഡിയോസിൽ കുറച്ചും കൂടി ഒരു ഫിഗർ തോന്നും, പക്ഷെ ഇല്ല, സ്മോൾ ആണ്. രണ്ടുപേരും സെയിം ആയിട്ട് കാണുമ്പോ. അപ്പം ബാക്കി വിശേഷങ്ങൾ വേണ്ടിയിട്ട് ലെൻസ് വേണ്ടാതെ ഓർമ്മ, കാരണം ഇറിറ്റേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല, ലെൻസ് ഒന്നും വെക്കണില്ല. ഡ്രൈ സ്കിന്നാണ്. സ്കിന്നൊക്കെ കുഴപ്പമില്ല. ഞാൻ ഈ വളരെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഗാജിക്ക് ചിരിക്കാൻ പോയ ചായക്കപ്പ ഒരു കൈ അവള് ബ്രഷ് വീണു. ചായക്ക് വീടാണ് എന്തായി. ഇതിപ്പോഴേ നമ്മള് ഇതിപ്പം സ്നോ വൈറ്റ് ആണ്. സ്ഥലത്തിലും മറ്റേ ഡാൻസില് ഒലക്കില്ലത് ഇതിപ്പോ സ്നോ വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് തൃശ്ശൂര്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ സാധാരണ തേക്കുന്ന ആൾക്കാരുണ്ടാവില്ല. അവർക്ക് ഇതുപോലെ പൈപ്പ് മേടിച്ചു കൊടുത്തിട്ട് അവരോട് ചോദിക്കുക തേച്ചിട്ട് റോൾ ചെയ്ത് തരുമെന്ന്. റോൾ ചെയ്ത് വെക്കുമ്പം സാരി കുറച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആവും കൊടുക്കുമ്പോൾ ഫിനിഷിങ്. അപ്പൊ ഈ പ്ലീറ്റ്സ് എടുത്ത് സെറ്റ് ചെയ്യാം കേട്ടോ. തേക്കാം നമുക്ക്.
ശരിമോൾ ഗാച്ചി ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ആയുധങ്ങളായിട്ട് പോകണമൊക്കെ കിട്ടിട്ടില്ല. ഗാച്ചി പെട്ടുട്ടോ. നമ്മുടെ സ്വാതിയുടെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. ഐബ്രോസ് അധികം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ലാഷ് ചെറുത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം മിനിമലാണ്. ഒക്കെ ഞങ്ങളുടെ കസ്റ്റമറിൻ്റെ ഇഷ്ടമാണ്, ഞങ്ങളുടെ ബ്രൈഡ്സിൻ്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം. പക്ഷേ അത് എവിടേക്കാണ് നമ്മുടെ ഇപ്പം ബേസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ലിപ്സ്റ്റിക് ഇടാണ്ട് അല്ലെങ്കിൽ മാല രണ്ടാമത്തേടെ മുഴയും ഈ മാല എനിക്ക് തീരുമാനമായിട്ടില്ല. ഇതുകൊണ്ടാണ് ഗോൾഡ് ഇടണം ഇടണം കണ്ടില്ല ഇത് അറിയുന്നത്. അയ്യോ പാവില്ല. നമ്മള് ഫാൻസി കമ്മൽ മാറി മാറി അല്ലേ ഗോൾഡ് ഇടാറില്ല. അപ്പൊ ഇത് കരയായിരുന്നു പാവം. അത് ഒരാഴ്ച മുന്നേ ഏതെങ്കിലും ഒരു ചെറിയ കമ്മൽ എടുത്തിട്ട് സെറ്റാക്കി ഇത്രയും കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഇല്ല, ഞാൻ ഇട്ടോണ്ടിരുന്നത് ഡയമണ്ടിന്റെ അതിന്റെ മറ്റേതായിരുന്നുണ്ടാവില്ലേ, ഈ ഗോൾഡിന്റെ നല്ല മണം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ലേ? ഒരു കാതിലും കൂടി രണ്ട് കൂടെ കരഞ്ഞിട്ട് ഞങ്ങള് തരാം. എങ്ങനെയുണ്ടായിരുന്നു മേക്കപ്പ്? നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ടുണ്ട്. സീരിയസ്ലി നല്ല ഇതായിരുന്നു. സാറ്റിസ്ഫൈഡ് ആണ്. നല്ല കുട്ടികളാണ്. ഫ്രണ്ട്ലി ആണ്. നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. ലൈക് മേക്കപ്പിന് ചെന്നിരിക്കാന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. അതൊന്നുമില്ല കേട്ടോ. സീരിയസ്ലി സൂപ്പറാ. വീഡിയോസ് ഒക്കെ കാണാറില്ലേ? ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞു. ഞങ്ങൾ ഇപ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാട്ടോ കഴിക്കുന്നത്. അവിടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലി സാമ്പാർ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറേ നാളായില്ലേ പുറത്തുനിന്ന് ദോശ കഴിച്ചിട്ട്. അപ്പോൾ മസാല ദോശ കഴിക്കണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ മനസ്സോടെ ഇഡ്ഡലി വേണ്ട ദിശ വന്നിരിക്കുകയാണ് അല്ലേ ദാച്ചിസേതാ. ഞങ്ങൾ മസാല ദോശ കഴിക്കും. പിന്നെ അവിടെ ജിഷ്ണ ദൂട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് പാഴ്സലും മേടിക്കണം. മസാല ദോശ കൊതിയാവണേ അല്ലേ ചെയ്ത്. അവൾക്ക് നെയ്സ്റ്റോർ, എനിക്ക് മസാല ദോശ. ദാച്ചിക്ക് പൂരി ബാജി ഇല്ലേ നിനക്ക് അല്ലേ? ചള്ളിക്ക് എന്തിനാ വേണ്ടേ? മസാല ദോശയാ. ഇവനവിടെ പോയ വെറൈറ്റി ചോദിക്കും. അതെടുത്തിട്ട് അവരൊന്നും കിട്ടില്ല. അവൻ വീണ്ടും മസാല ദോശ എന്നിട്ട് വെറൈറ്റി ഒക്കെ ചോദിക്കുകയാണ്. പക്ഷെ അതൊക്കെ ഇവിടെ പോയാലും നെയ്സ്റ്റോർ ഇഷ്ടമുള്ളൂ. ഞങ്ങള് പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ മസാല ദോശ. നെയ്സ്റ്റോറാണ് വീട്ടില് കിടക്കണ രണ്ടെണ്ണം. അപ്പൊ ഞങ്ങൾ പോയിട്ട് മസാല ദോശ എവിടെ നിന്ന് കിട്ടാന്നറിയില്ല. നോക്കട്ടെ. ഇത് നമ്മുടെ വിഷ്ണുവിന്റെ കടയാട്ടാ അല്ലേ? വിഷ്ണുവിനെ കാണാല്ലേ? വിഷ്ണു എവിടെയാണോ? വിളിച്ചോക്കാം. നിനക്ക് എന്നിട്ടാ കാജി? നിനക്ക്? എനിക്ക് മസാല ദോശ പിന്നെ 4 ചായ. വെയിറ്റിംഗ് ഫോർ ഫുഡ്. നല്ല ആണോ? എനിക്ക് നല്ല ഇഷ്ടം വെള്ളം. ഹായ്
പാഴ്സൽ. ഇനി വീട്ടിലേക്ക്.